ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയ്സ് മാത്യു ചേരുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ജോയ്സെ, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുകയാണോ? റോബിൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 14-ാം ദിവസം വളരെ ശക്തമായിട്ടുള്ള ആക്രമണമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു, വളരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണമായിട്ട് ഇറാനും മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതായത് ട്രംപ് പറയുന്നത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കും ഇനി ഇറാൻ നേരിടാൻ പോകുന്നത്. ഇനി അതായത് ശരിക്കുള്ള വേദന ഇറാൻ അനുഭവിച്ചിട്ടില്ല, അത് ഇറാനെ അറിയിക്കാതെ പിന്നോട്ട് പോവില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിനുള്ള ഏകദേശം ഒരു സ്വരുക്കൂട്ടലൊക്കെ അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. ഇസ്രായേലിലെ ടാങ്കർ വിമാനങ്ങളും അതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ എത്തിക്കുന്നു, അതുപോലെ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രസ്താവന കൂടെ കൂട്ടി വായിക്കുമ്പോൾ വലുതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭീതി പശ്ചിമേഷ്യയിൽ നിഴലിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം സൗദി കപ്പലുകൾക്ക് നേരെ ഉണ്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമൂസിൽ വെച്ചിട്ടാണ്, ഹോർമൂസിലല്ല, ഉക്രൈന്റെ ഭാഗത്ത് അവിടെ കരിങ്കടലിൽ വെച്ച് ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ കൂടുതൽ വിശദ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ആർക്കെങ്കിലും പരിക്കുകളുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ ഇനിയും പുറത്ത് വരേണ്ടതുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ രാജ്യങ്ങളിലെ US താവളങ്ങളിൽ വീണ്ടും ആക്രമണം നടത്തിയതായിട്ട് ഇറാന്റെ ഭാഗത്തു നിന്നൊരു അവകാശവാദം പുറത്തു വന്നിരുന്നു. ഇറാൻ വിക്ഷേപിച്ച 7 മിസൈലുകളും 6 ഡ്രോണുകളും വിജയകരമായി തടഞ്ഞുവെന്നാണ് ജോർദാൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് ഈ കഴിഞ്ഞ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അടുത്ത ആഴ്ച വീണ്ടും അമേരിക്ക സന്ദർശിക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിൽ നടന്ന വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് അസോസിയേഷൻ വിരുന്നിനിടയിൽ സംസാരിക്കവെയാണ് ഈ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്തു നിന്നും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണത്തിന്റെ വില നേരിയ തോതിൽ ഒരു കുറവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ യുദ്ധം മുന്നോട്ട് പോകും തോറും വളരെ ശക്തമായിട്ടുള്ള യുദ്ധം ഇരുപക്ഷത്തു നിന്നും മുന്നോട്ട് പോകുന്ന ചരക്കുകൾ രണ്ടു വഴിക്കും ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. സൗദി ഹോർമൂസ് അടയ്ക്കപ്പെട്ടതിന് പിന്നാലെ ഒരു പുതിയൊരു വഴി ചെങ്കടൽ വഴി കണ്ടെത്തുകയും അതിലെ കൂടുതൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ചെങ്കടൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, ഹൂതികൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഹൂതികളോട്, അല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നു ഹൂതികളോട് അത് ബ്ലോക്ക് ചെയ്യണമെന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലോകം വലിയൊരു പ്രതിസന്ധിയിലേക്കാണോ പോയിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ, അല്ലെങ്കിൽ ലോകത്ത് മൊത്തം എല്ലാ രാജ്യങ്ങളെയും എന്താണ് ബാധിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയൊരു സംശയമായി നിലനിൽക്കുകയാണ്. കാരണം നമുക്കറിയാം, ലോകത്തിന്റെ ചരക്ക് നീക്കത്തിൽ 75% നടക്കുന്ന ഈ 2 പാത വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 പാതകളും അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കും. ഇപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില നോക്കുകയാണെങ്കിൽ 2008 ആ ഒരു സമയത്ത് $148 എത്തിയിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില. ഏകദേശം അതിന് മുകളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പോക്കാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ പോക്ക് ഇതേപോലെ തുടർന്ന് പോവുകയാണ്, യുദ്ധം നീണ്ടു പോവുകയാണ്, ക്രൂഡ് ഓയിലിന്റെ വില കയറുകയാണ്, വിപണിയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണ് എങ്കിൽ $148, അതായത് 2008 ഏറ്റവും കൂടിയ ആ ഒരു റേറ്റിന് മുകളിലേക്ക് ക്രൂഡ് ഓയിൽ പോകുവാനും അത് മറ്റ് എല്ലാ സൗകര്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ആവശ്യ സാധനങ്ങളെയും ബാധിക്കുവാനുമുള്ള ഒരു സാഹചര്യം വന്നേക്കാം എന്നുള്ളൊരു ഭീതിയിലാണ് ഇപ്പോൾ ലോകമുള്ളത്. അത് വലിയൊരു വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും അതുപോലെ പല രാജ്യങ്ങളുടെയും അടിത്തറ ഇളക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകും ആ ഒരു പ്രതിസന്ധിക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യ ഒരു പക്ഷേ മറ്റ് ഏതെങ്കിലും ഒരു വഴിയിലൂടെ, റഷ്യ പോലുള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നും ഒരു പക്ഷെ കുറെ കാലത്തേക്കൊക്കെ ക്രൂഡ് ഓയിൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയേക്കാം.
വന്നേക്കാം. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഓയിൽ ശേഖരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഓയിൽ വിപണി എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പല രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലാണ് ഇന്ത്യയുടെ ഒരു വിപണി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രം മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു ഏരിയ മാത്രം കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അത് മറ്റ് ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം അമേരിക്ക താരിഫ് പോലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു. അതുപോലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അതുപോലെ തന്നെ ഈ നമുക്ക് തുച്ഛമായ വിലയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ വഴികളൊക്കെ അടഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മറ്റു വഴികൾ തേടി പോകുമ്പോൾ പുതിയൊരു വിപണി ഓപ്പൺ ആക്കുമ്പോൾ അവിടെ നമുക്ക് വിലക്കയറ്റവും അല്ലെങ്കിൽ അതുമായിട്ട് ചരക്ക് നീക്കവും ഒക്കെ ആയിട്ട് വന്നേക്കാവുന്ന മറ്റ് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉയർത്തുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഹോർമസ് അടച്ചപ്പോൾ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ നാട്ടിലെ ഗ്യാസിന്റെ ലഭ്യതക്കുറവും ഹോട്ടലുകൾ അടക്കമുള്ളവ അടച്ചുപൂട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീടുകളുടെ അടുക്കളയിൽ പോലും വലിയൊരു പ്രത്യാഘാതം ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയുമാണ്, യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എന്ത് പ്രശ്നമായാലും ശരി, എങ്ങനെയായാലും ശരി, ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ലോകത്തെ കൊണ്ടെത്തിക്കുക എന്നത് പറയാതെ ഇരിക്കാൻ സാധിക്കില്ല. ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഭീഷണി ഉയർത്തിയതിനെ തുടർന്ന് യമനിലെ ഹൂതികൾ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, അതായത് ഹൂതി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ സൗദി സഖ്യസേന ശക്തമായിട്ടുള്ള ഒരു വ്യോമാക്രമണം നടത്തിയെന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഈ ഹൂതികളാണ് സൗദിയുടെ കപ്പലുകൾ ചെങ്കടലിൽ കടത്തി വിടാതെ തടഞ്ഞ് ആക്രമണം നടത്തുന്നതും അങ്ങനെ കപ്പലുകൾ തിരിച്ചു പോകേണ്ടി വരുന്നതും ഈ വിപണിയിലേക്ക് സൗദിയുടെ എണ്ണ എത്തിക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഈ ഹൂതി ഭീകരന്മാരാണ്. അതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള ഒരു വ്യോമാക്രമണം സൗദി നടത്തിയിരിക്കുന്നു. സൗദി അറേബ്യൻ കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ ഹൂതി നടപടിക്കുള്ള പ്രത്യാക്രമണമാണ് ഇത് എന്നും പ്രകോപനം തുടർന്നാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും സഖ്യസേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് കൂടുതൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. വീണ്ടും കൂടുതൽ ആക്രമണ മേഖലകൾ പശ്ചിമേഷ്യയിൽ തുറക്കുകയാണോ എന്നുള്ള ഒരു ഭീതി ഇപ്പോൾ അവിടെ നിഴലിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആക്രമണം വീണ്ടും തുടരും, വളരെ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ ആക്രമണം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ പോലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇന്ത്യ ഉൾപ്പെടെ 80 രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് ഭരണകൂടം പുതിയ ഒരു തീരുവ നയം പ്രഖ്യാപിച്ചിരുന്നു. ആ നയത്തിനെതിരെ വ്യാപാരികൾ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ഇതിനു മുൻപുണ്ടായിരുന്ന തീരുവ പലതും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടുകൊണ്ടാണ് കോടതിയുടെ ഒരു സഹായത്തിനായിട്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഒപ്പം ഇതുപോലൊരു തീരുവ കൂടി പ്രാബല്യത്തിൽ വരുന്നത് അത് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ എല്ലാം ബാധിക്കും. 80 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 80 രാജ്യങ്ങളെയും വളരെ ഗുരുതരമായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോൾ അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് യാതൊരു പ്രശ്നത്തിലും പോവാത്തൊരു രാജ്യമാണെങ്കിൽ പോലും ഇതുപോലെ തീരുവ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വ്യാപാരമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു തീരുവ പ്രഖ്യാപനവും അത് ഒപ്പം യുദ്ധവും കൂടെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു വ്യാപാര മേഖലയെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു ഇന്ത്യയുടെ ഇക്കണോമിയെ തകർക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ പോയേക്കാം. പക്ഷെ നമ്മൾ ഇതിനു മുൻപൊക്കെ വന്ന പ്രതിസന്ധികളൊക്കെ വളരെ ശക്തമായി തന്നെ നമ്മൾ പിടിച്ചു നിന്നിരുന്നു. ഇന്ത്യ അതിനുള്ള ഒരു ബദൽ മാർഗം തേടിയിരുന്നു. നമുക്കറിയാം യൂറോപ്യൻ യൂണിയനൊക്കെ ആയിട്ടുള്ള പല കരാറുകളും ഇന്ത്യ ഏർപ്പെട്ടിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ UAE ഒക്കെ ആയിട്ടുള്ള വലിയ തോതിലുള്ള കരാറുകൾ ഏർപ്പെട്ടിരുന്നു. അത് അമേരിക്ക ഈ താരിഫ് പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെയാണ് ബദൽ മാർഗങ്ങൾ തേടിയത്. പക്ഷെ അതും യുദ്ധം കാരണം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ളത് സംശയമാണ്. അതായത് അടിക്കുമേൽ ഇരുട്ടടി എന്ന് പറയുന്നത് പോലെ ഒരു സാഹചര്യം ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കോടതിയുടെ ഇടപെടൽ, വ്യാപാരികൾ കോടതിയിൽ സമീപിച്ചിരിക്കുന്ന കോടതിയുടെ ഇടപെടൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു പ്രശ്നമില്ലാതെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ലോകരാജ്യങ്ങൾക്ക് സാധിക്കുമെന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. റോബിൻ, ജോയ്സ്, മറ്റൊരു കാര്യം, ഈ മേഖലയിലെ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ നടപടികളാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്?
ഇസ്രായേലിന്റെ ഒരു നിലപാട് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നേരിട്ട് ഒരു യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാതെ നിലനിൽക്കുന്ന ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അതിനുള്ള അണിയൊരുക്കങ്ങളും പിന്തുണയും ഒക്കെ നൽകി പുറകിൽ നിൽക്കുന്ന ഒരു കളിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു ചർച്ച അത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിട്ട് നടക്കുമെന്ന് ഇപ്പോൾ ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നെതന്യാഹു അമേരിക്ക വീണ്ടും സന്ദർശിക്കുമെന്നുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് സന്ദർശിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമാകുന്നത് ഈ യുദ്ധമായിരിക്കാം. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം, ഹോർമോൺസ് തുറക്കണം, ഇറാന്റെ ഭീഷണി പശ്ചിമേഷ്യയിൽ ഇല്ലാതാക്കണം. ഈ വിഷയങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ തന്നെ നേരിട്ട് യുദ്ധത്തിലേക്ക് ഒരു കാലെടുത്ത് വെച്ചില്ല എങ്കിൽ പോലും, നേരിട്ട് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നില്ല എങ്കിൽ പോലും ബാക്കി എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ഇസ്രായേൽ പിന്നിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കും അമേരിക്കയുടെ വിമാനങ്ങൾക്കും ഒക്കെ ലാൻഡ് ചെയ്യാനും അതിനാവശ്യമായിട്ടുള്ള ഫ്യൂവൽ നിറയ്ക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്, സർവീസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇസ്രായേൽ അവിടെ സൗകര്യം ഒരുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നിയെങ്കിൽ പോലും, അല്ലെങ്കിൽ നേരിട്ട് ഇറാനെ ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിയെങ്കിൽ പോലും പിന്നണിയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വലിയ തോതിൽ ഉള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം മാത്രമല്ല, ഇതുപോലുള്ള ഒരുക്കങ്ങൾ, ബോംബർ വിമാനങ്ങൾക്ക് പോലും ഇന്ധനം നിറയ്ക്കാൻ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വിമാനങ്ങളാണ്. അത് ഒന്നും രണ്ടുമല്ല, നിരവധി വിമാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത്, അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിത്രം മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നമ്മൾ ബ്രിട്ടന്റെ ഒരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് സേന എന്തിനും തയ്യാറായി നിലനിൽക്കുന്നു. ഇറാന്റെ ഭീഷണികളെ ചെറുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും കൂടി ബ്രിട്ടനും തയ്യാറായിട്ട് നിൽക്കുന്നു എന്നുള്ള പ്രസ്താവന ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും വരുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുക യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സാഹചര്യം വഷളാകാൻ പോവുകയാണോ എന്നുള്ള ഒരു ഭീതി ശരിക്കും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും സമാധാനം മാത്രമാണ് ലോകത്തിന് ആവശ്യം. ആരുടെയും ജീവൻ, അത് ആരുടെ ആയാലും ശരി, സൈനികന്റെ ആയാലും ശരി, സാധാരണക്കാരൻ്റെ ആയാലും ശരി, ആരുടെ ആയാലും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രശ്നങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവട്ടെ. ലോകരാജ്യങ്ങൾക്കെല്ലാം സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. തീവ്രവാദം അത് എന്നേക്കുമായി ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുവാനായിട്ട് ലോകരാജ്യങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും പശ്ചിമേഷ്യയിലെ ഒരു അശാന്തി, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു അശാന്തി തീരണമെങ്കിൽ അവിടുത്തെ ആ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങളും സംഘടനകളും അതിന് ഫണ്ട് നൽകുന്നവരും പിന്മാറുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴിയായിട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ വേറൊരു വഴിയില്ല. കാരണം അത് തീവ്രവാദം ഉള്ള അത്രയും കാലം അവിടെ തിരിച്ചടികളും ഉണ്ടാകും. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കുക, ഇപ്പം നമ്മൾ ചെയ്യുന്ന ചില വാർത്തകൾ, അല്ലെങ്കിൽ ഈ കാണുന്ന പല റിപ്പോർട്ടുകളും വളച്ചൊടിക്കാറുണ്ട്. അതായത് ഒരു മതത്തെ മാത്രം കേന്ദ്രീകരിച്ച് വാർത്ത വരുന്നു, അല്ലെങ്കിൽ അതിനെ മാത്രം കേന്ദ്രീകരിച്ച് വിമർശനങ്ങൾ എന്നുള്ള ഒരു ചില തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. പക്ഷെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാനായാലും ശരി, ഗൾഫ് രാജ്യങ്ങളായാലും ശരി, ഒരേ മതത്തിൽ, ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഒരേ രാജ്യങ്ങളാണ്, ഒരേ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോഴും സമാധാനത്തിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. അവരെ പ്രത്യേകിച്ച് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാതെ സ്വന്തം കാര്യം നോക്കി സ്വന്തം രാജ്യത്തിന്റെ പുരോഗതി മുന്നിൽ കണ്ടുപോകുന്നവരാണ്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെയല്ല. ഇറാൻ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്ത് സ്വന്തം രാജ്യം തകർന്നടിഞ്ഞ്, സ്വന്തം രാജ്യത്തെ പണപ്പെരുപ്പവും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ദാരുണാവസ്ഥയും കണ്ടിട്ടും അത് കാണാതെ മറ്റു രാജ്യങ്ങളെ നശിപ്പിക്കാനായിട്ട് തീവ്രവാദ സംഘടനകൾ രൂപീകരിക്കുകയും ആ സംഘടനകൾക്ക് വേണ്ടി ഫണ്ട് ചെലവാക്കുകയും സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പല സംവിധാനങ്ങളും, പല നിർമ്മിതികളും, അല്ല എങ്കിൽ പല ആയുധങ്ങളും പണവും ഒക്കെ ഈ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളുമായിട്ട് പല കരാറുകൾ ഉണ്ടാക്കുകയും അവരുമായിട്ട് ഇപ്പോഴും സൗഹൃദത്തിൽ പോവുകയും ഇറാനുമായിട്ടൊരു ശത്രുത വരികയും ചെയ്യുന്നത്. ഈ തീവ്രവാദം എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജി ഇല്ലാതാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ വളരെ വലിയൊരു സമാധാനത്തിലേക്ക് പശ്ചിമേഷ്യ പോവുകയും വലിയൊരു വികസനത്തിന്റെ പാതയിലേക്ക് ലോകരാജ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾക്ക്, ഇറാൻ അടക്കമുള്ള
രാജ്യത്തിന് എത്തിച്ചേരാൻ സാധിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ അക്രമത്തിന്റെ ആ ഒരു വാസനയിൽ നിന്നും തിരിച്ചു നടക്കാൻ ലോകത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എത്രയും പെട്ടെന്ന് ലോകം ഒരു സമാധാനത്തിലേക്ക് കടന്നു വരട്ടെ, പശ്ചിമേഷ്യ ശാന്തമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയ്സെ, മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് എന്താണ്? സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വലിയൊരു യുദ്ധമുണ്ടായാൽ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനിലേക്ക് ആക്രമണം, ഈ മേഖലകളിലുള്ള ഇടങ്ങളിൽ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ആക്രമണത്തിന് ശക്തി കൂടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിലുള്ള സൗദി അടക്കമുള്ള മേഖലകളിലേക്ക് ഇറാനും ആക്രമണം നടത്തും. അറേബ്യൻ രാജ്യങ്ങളുടെ നിലപാട് ഇപ്പോൾ എന്താണ്? അവരിപ്പോഴും യുദ്ധത്തിന് അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണോ? തീർച്ചയായിട്ടും റോബിൻ, നമ്മൾ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ പല വാർത്തകളും നമുക്ക് പുറത്ത് ലഭിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും പുറത്ത് വരുന്നത്. അത് അവിടുത്തെ ഒരു സുരക്ഷയുടെ അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരുടെ ആ രാജ്യത്തിന്റെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന പല നിയന്ത്രണങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിലയിരുത്തലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, അതായത് സൗദി ഇപ്പോൾ ഹൂതികൾക്കെതിരെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കുറച്ച് മുൻപ് നമ്മൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ UAE അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്ക സൈന്യത്തിനായിട്ട് വളരെ ശക്തമായിട്ടുള്ള പിന്തുണ നൽകുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ മണ്ണിൽ തന്നെ നൽകുന്നു എന്നുള്ളതും നമുക്ക് ഈ ഒപ്പം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനി ഒരു യുദ്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മറ്റ് രാജ്യങ്ങൾ, ബ്രിട്ടൻ അതുപോലെ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധമുഖത്തേക്ക് വരികയാണെങ്കിൽ സൗദി ഇപ്പോൾ ഓൾറെഡി ഈ ഹൂതികൾക്കെതിരെ ആക്രമണം തുടങ്ങിയ സ്ഥിതിക്ക് UAE അടക്കമുള്ള ഖത്തർ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ നേരിട്ട് അവരുടെ സൈന്യത്തെ അയച്ച് അല്ലെങ്കിൽ അവരുടെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നേരിട്ടൊരു ആക്രമണം നടത്തിയില്ല എങ്കിൽ പോലും ആ സൈനികരെയും സൈനിക സംവിധാനങ്ങളെയും അവരുടെ ടെക്നോളജികളെയും ഒക്കെ യുദ്ധത്തിന് ആവശ്യമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിക്കക്കള്ളി ഇല്ലാതായി കഴിഞ്ഞാൽ, അതായത് ഇറാനെ ആക്രമിച്ചാലും ഇറാൻ തിരിച്ചാക്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങളെയാണ്. അപ്പോൾ നിക്കക്കള്ളി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ ആരായാലും തിരിച്ചടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. പശ്ചിമേഷ്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തങ്ങളുടെ പൗരന്മാർക്കും തങ്ങളുടെ സ്വത്തിനും തങ്ങളുടെ രാജ്യത്തിനും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഭീഷണിയാകുന്നുവെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എണ്ണ വിറ്റും ടൂറിസം വിറ്റും ജീവിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക് അവരുടെ മാർക്കറ്റിലേക്ക് അവരുടെ വിഭവങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ അവരുടെ രാജ്യത്തേക്ക് കടന്നെത്തുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അതിനെ തുടർന്ന് അമേരിക്കയോടൊപ്പം ചേർന്ന് അവർ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അമേരിക്കയ്ക്ക് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്തലായിട്ട് നമുക്ക് പറയാം. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ സമാധാന ശ്രമങ്ങൾക്ക് ഈ ഗൾഫ് രാജ്യങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നു, സമാധാന ചർച്ചകൾക്ക് ശ്രമം നടത്തുന്നു, പാകിസ്ഥാൻ ശ്രമം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ നേരിട്ടൊരു ആക്രമണത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. സൗദി ഹൂതികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വിലയിരുത്തൽ, ഇപ്പോഴത്തെ സാഹചര്യവും വരാൻ പോകുന്നതൊക്കെ നമുക്കൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒപ്പം ചേർന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും.